ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇത് ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ബോട്ടിങ് യൂസ് ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. ചെറിയൊരു ഇൻഫർമേഷൻ പലർക്കും അറിയുന്നവർ കണ്ട സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലാത്തവർക്കുള്ളതാണ്. ബോട്ടിങ് കാർഡ് നമ്മൾ പലതിലും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ടാബിലോ അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ. അപ്പോൾ നമ്മുടെ ക്യാപ് കട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ മാസം പൈസ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്ന ടൂൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ടാബി കാർഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടാബി പ്ലസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 49 ദിർഹംസ് മാസം നമ്മൾ എന്ത് ചെയ്യണം, ടാബി പ്ലസിന് വേണ്ടിയിട്ട് മാസം കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ബോട്ടിംഗ് കാർഡ് ടാബിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാസം ബോട്ടിമിൽ നിന്ന് പൈസ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ബോട്ടിമിൽ അതിൻ്റെ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിക്ലൈൻ ആയിട്ടുണ്ടെങ്കിൽ 1 ദിർഹംസ് കട്ട് ചെയ്യും. 1 ദിർഹംസും പ്ലസ് അതിൻ്റെ വാറ്റും കൂടി കട്ട് ചെയ്യും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതിപ്പോൾ ടാബിൽ മാത്രമല്ല, പല ആൾക്കാരും ടാബിൽ ബോട്ടിംഗ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ബോട്ടിംഗ് കാർഡ് ഇപ്പോഴും ടാബിൽ ആഡാണ്. ആപ്പിൾ വാലറ്റിലോ സാംസങ് വാലറ്റിലോ ഇട്ടാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ തന്നെ മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ മാസം പൈസ കട്ടാവുന്ന ഏതിലേലും ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എഡിറ്റിംഗ് ടൂള് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ക്യാപ് കട്ടോ കൈൻ മാസ്റ്ററോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും, ഇതിലൊക്കെ മാസം പൈസ കൊടുത്തിട്ട് എഡിറ്റിംഗ് ടൂള് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ മാസം അവർ ആ ടൈം ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ച, അതായത് ഇപ്പോൾ ഒരു കാർഡ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ബോട്ടിംഗ് കാർഡ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ ടാബിൽ കാർഡുകൾ ആഡ് ചെയ്ത് വെച്ചു, ഒരു 3-4 കാർഡൊക്കെ ഉണ്ട് വിചാരിച്ചു. അതിൽ ഇപ്പോൾ ഡിഫോൾട്ട് ഇത് വെച്ചിട്ടുള്ള കാർഡ് അത് ഏതാണെന്ന് നോക്കാം. അതിപ്പോൾ ഇപ്പോൾ ആപ്പിൾ വാലറ്റ് ആണ്, ആപ്പിൾ പേ ആണ് നമ്മൾ ഡിഫോൾട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൽ നിന്നാണ് അവർ ഫസ്റ്റ് കട്ട് ചെയ്യുക. ആപ്പിളിൽ തന്നെ ആപ്പിൾ വാലറ്റ് നമ്മൾ ഡിഫോൾട്ട് ചെയ്ത് വെച്ച കാർഡുകളുണ്ടാവും. ആപ്പിൾ വാലറ്റിൽ നമ്മൾ പല കാർഡുകളുണ്ടാവും, അതിൽ ഡിഫോൾട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യുക. അതിൽ നിന്ന് ഇല്ലെങ്കിലാണ് അടുത്ത കാർഡിലേക്ക് അവർ പോവുക. അപ്പോൾ ഓരോ കാർഡ് ഇല്ലെങ്കിൽ ഡിക്ലൈൻ്റെ ഓരോ കാർഡിൻ്റെ റൂൾ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബോട്ടിമിൽ ഡിക്ലൈൻ്റ് ആയാലും 1 ദിർഹംസും അതിന് വാറ്റും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആപ്പിൾ വാലറ്റിൽ ഏതാണോ ഡിഫോൾട്ട് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഈ വാലറ്റിൽ സാംസങ് വാലറ്റോ ആപ്പിൾ വാലറ്റോ ഇതിൽ നമ്മൾ ഏതാണോ ഡിഫോൾട്ട് ചെയ്ത് വെച്ചുള്ളത് അത് ആദ്യം നോക്കുക. പിന്നെ ടാബിൽ നമ്മൾ അല്ലെങ്കിൽ ഏത് ആപ്പിലാണെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡിൽ ഡിഫോൾട്ട് ചെയ്ത് വെച്ചുള്ള കാർഡ് ഏതാ നോക്കണം. ആ കാർഡിൽ നിന്നാണ് അവർ ഫസ്റ്റ് കട്ട് ചെയ്യുക. അതിൽ നിന്നില്ലെങ്കിലേ അവർ അടുത്തയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആപ്പിൾ വാലറ്റ് അല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ബോട്ടിംഗ് കാർഡും ഓരോ എമിറേറ്റ്സ് എംപിഡിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് കാർഡും വെച്ചു, അതിൽ ഡിഫോൾട്ട് ചെയ്ത് വെച്ചുള്ളത് ബോട്ടിംഗ് കാർഡാണെന്ന് വിചാരിക്കുക. ബോട്ടിംഗ് കാർഡാണെങ്കിൽ ആദ്യം ഒരു ബോട്ടിമിലേക്കാണ് പോവുക. അവിടെ പൈസ ഇല്ലെങ്കിലാണ് അടുത്തേക്ക് പോവുക. അതിൽ പൈസ ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ബോട്ടിമിൽ നിന്ന് പൈസ കട്ടാകും. അപ്പോൾ ബോട്ടിംഗ് കാർഡ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നിങ്ങൾ ആപ്പിൾ പേ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വാലറ്റിൽ ഡിഫോൾട്ട് ചെയ്തുള്ള വെച്ച് ബോട്ടിംഗ് കാർഡാണെങ്കിലും പ്രശ്നമാണ്. അപ്പോഴും ആദ്യം അവർ ബോട്ടിമിലേക്കാണ് പോവുക. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡിൽ എവിടെയും ഡിഫോൾട്ട് ചെയ്ത് വെച്ചുള്ള കാർഡ് ബോട്ടിം ആവാതിരിക്കുക. ആണെങ്കിൽ എപ്പോഴും ബോട്ടിമിൽ നമ്മൾ അടക്കാനുള്ള പൈസ ആ ടൈം ആകുമ്പോഴത്തേനും ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.